പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വെള്ളക്കെട്ടൊഴിയുന്നു. കഴിഞ്ഞ 2 രാത്രികളിലും ഒരു പകലും മഴ ദുർബലമായതോടെ ആദ്യം വെള്ളപ്പൊക്കമുണ്ടായ റാന്നിയിലും ഇന്നലെ വൈകുന്നേരത്തോടെ ആറന്മുളയിലും വെള്ളക്കെട്ടൊഴിഞ്ഞു. ആറന്മുള ക്ഷേത്രത്തിന്റെ കിഴക്കേ നട, തറയിൽ മുക്ക്, പടിഞ്ഞാറേ നട, സത്രക്കടവ്, ചെക്കുന്നൂർ, പത്തനംതിട്ട റോഡ് എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ട് നീങ്ങി. വിശദാംശങ്ങളുമായി സുനിൽ എലന്തൂർ ചേരുന്നു. സുനിൽ, വലിയ വിഷമമായിരുന്നു റാന്നിയിലെല്ലാം വെള്ളം കയറിയത്. ഇപ്പോൾ വെള്ളക്കെട്ട് ഒഴിയുന്നു എന്നത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അനന്തു, പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ അല്പ ആശ്വാസത്തിന് വകയുണ്ടെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ തിരുവല്ല, അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ കടുത്ത ആശങ്ക നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രിയിൽ ഒരു പകലും മഴ ദുർബലമായത് ജില്ലയിൽ ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടായ റാന്നിയിലും ഇന്നലെ വൈകുന്നേരത്തോടെ ആറന്മുളയിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ട്. ചെങ്ങന്നൂർ പത്തനംതിട്ട റോഡിൽ ആറന്മുള ക്ഷേത്രത്തിന്റെ കിഴക്കേ നട, തറയിൽ മുക്ക്, പടിഞ്ഞാറേ നട, സത്രക്കടവ് എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് ഇന്ന് പുലർച്ചയോടെ ഒഴിവായിട്ടുണ്ട്. ഇനി കോഴിപ്പാലം ഭാഗത്ത് റോഡിൽ ചെറിയ വെള്ളക്കെട്ട് നിലവിലുണ്ടെങ്കിലും കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന പക്ഷം അല്പസമയത്തിനകം ഈ ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാകും. ജില്ലയിലെ വനമേഖലകളിലടക്കം പെയ്യുന്ന പെയ്ത്ത വെള്ളം പമ്പാ നദിയിലൂടെ ആദ്യം റാന്നിയിലും പിന്നീട് ആറന്മുളയിലും ഒഴുകിയെത്തി പിന്നീട് തിരുവല്ല, അപ്പർ കുട്ടനാട് എന്നിവിടങ്ങളിലും എത്തി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെത്തിയ ശേഷമാണ് കടലിലേക്ക് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയുണ്ടായാൽ ഏതാനും മണിക്കൂറുകൾക്കകം തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലകളിലും കുട്ടനാട്ടിലും മഴയില്ലെങ്കിലും ജലനിരപ്പ് ഉയരുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റാന്നി, ആറന്മുള ഭാഗങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇന്നലെയും ഇന്നുമായി തിരുവല്ല, അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയരുകയാണ്. മറ്റിടങ്ങളിൽ അടിയന്തര സാഹചര്യം ഒഴിവായതിനാൽ ജില്ലാ ഭരണകൂടം തിരുവല്ല താലൂക്കിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മന്ത്രി PC വിഷ്ണുനാഥ് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും ജില്ലയിലെ MLA-മാരും ഉദ്യോഗസ്ഥരും അടക്കം രാപ്പകൽ വ്യത്യാസമില്ലാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നുണ്ട്. ആറന്മുള MLA അബിൻ വർക്കിയുടെ വാഹനം ഇന്ന് ഓമല്ലൂർ ഷട്ടർമുക്കിലെ മറ്റൊരു വാഹനമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. MLA അടക്കം കാറിലുണ്ടായിരുന്ന 5 പേർക്ക് സാരമായ പരിക്കുണ്ടെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. പ്രളയഭീഷണി നിലനിൽക്കുന്നതിനാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാലും ജില്ലയിലെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ഡാമുകളിലും ജലനിരപ്പ് സുരക്ഷിതമായ അവസ്ഥയിലാണ്. കക്കി, പമ്പ ഡാമുകളിൽ സംഭരണശേഷിയുടെ പകുതിയോളം വെള്ളം മാത്രമാണുള്ളത്. ഷട്ടറുകളും തുറക്കേണ്ട സാഹചര്യമില്ല. ഇടത്തരം ഡാമായ മൂഴിയാറിലും റെഡ് അലർട്ട് നിലവിലില്ല. ഡാമിൻ്റെ ഷട്ടറുകൾ ഒന്നും തുറന്നിട്ടില്ല. നിലവിൽ ജില്ലയിൽ അല്പം ആശ്വാസകരമായ സ്ഥിതിയാണ് ഉള്ളത്. അനന്തു. ശരി, പത്തനംതിട്ടയിൽ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നത് ഒഴിയുന്നുണ്ട്, വെള്ളക്കെട്ട് ഒഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.